വാസന. ഇംഗ്ലീഷിൽ അതിനൊരു കറക്റ്റ് വാക്ക് പറയുക എളുപ്പമല്ല, ടേസ്റ്റ് എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും വാസന എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിന്റെ ബോധ്യത്തിൽ നിന്നുള്ള വർത്തമാനകാല പ്രതികരണം എന്നൊക്കെ പറയാം. കുറച്ചുകൂടി കാര്യമായിട്ട് പറഞ്ഞാൽ, സ്ഥിരമായി ഐസ്ക്രീം കഴിക്കുന്ന ഒരാളാണെങ്കിൽ, കഴിച്ച് ശീലിച്ച ആളാണെങ്കിൽ, അത് ഭൂതകാലത്തിലാണല്ലോ കഴിച്ചത്, ഇപ്പോഴല്ലല്ലോ, ശീലിച്ചിട്ടുള്ളതാണെങ്കിൽ വർത്തമാനകാലത്തിലും പെട്ടെന്ന് മുന്നിൽ ഐസ്ക്രീം കാണുമ്പോൾ അതിനോടൊരു വാസന തോന്നും. ഇതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നിറങ്ങളുടെ കാര്യത്തിൽ, പുഷ്പങ്ങളുടെ കാര്യത്തിൽ, വാഹനങ്ങളുടെ കാര്യത്തിൽ, പുസ്തകം വായിക്കുന്ന കാര്യത്തിൽ, സിനിമ കാണുന്ന കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും, മറ്റുള്ളവരെ കുറ്റം പറയുന്ന കാര്യത്തിൽ, ഈഗോയുടെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും, നുണ പറയുന്ന കാര്യത്തിൽ, സകല കാര്യത്തിലും ഒരു വാസന രൂപപ്പെടും മനുഷ്യ ശരീരത്തിൽ, മനുഷ്യന്റെ മനസ്സിൽ. പലപ്പോഴും അത് ഉപബോധ മനസ്സിൽ രൂപപ്പെടുന്നതാണ് ഈ വാസന. വാസന രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളോട് സോഷ്യൽ കണ്ടീഷൻ, അതിന് അനുകൂല സാഹചര്യം വരുമ്പോൾ ഈ വാസന അങ്ങോട്ട് പുറത്തു വരും. ഇതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ഉദാഹരണം, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കും. ഐസ്ക്രീം സ്ഥിരമായി കഴിച്ച് നോക്കുകയാണെങ്കിൽ ഐസ്ക്രീമിന്റെ പരസ്യം കണ്ടാൽ ഉടനെ ഐസ്ക്രീം കുടിക്കണം തോന്നും. അത് കണ്ടാൽ, എവിടെയെങ്കിലും ആരെങ്കിലും ഐസ്ക്രീം കുടിക്കുന്ന കണ്ടാൽ, അത് പൊട്ടിക്കുന്ന കണ്ടാൽ, അതിന്റെ ബാഗ് കണ്ടാൽ, അതിന്റെ സ്മെല്ലടിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ആകൃതി കണ്ടാൽ, ഇനി ഐസ്ക്രീമിന്റെ ആകൃതിയിലിരിക്കുന്ന വാള് കണ്ടാലും ചിലപ്പോൾ ഐസ്ക്രീം ആണോ എന്ന് തപ്പിപ്പോവും. അതാണ് വാസന. അപ്പൊ മനുഷ്യന്റെ വാസനകളാണ് മനുഷ്യരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഭൂതകാലത്തിലെ നമ്മുടെ ബോധ്യത്തിന്റെ ഒരു വർത്തമാനകാല പ്രതികരണം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ആ വാസന വലിയൊരു വിഷയമാണ്. വാസനയാണ് പിന്നെ എന്തായി മാറുന്നത്? ശീലമായി മാറുന്നത്. ശീലമാണ് പിന്നെ അതിന് മനോഭാവത്തിലേക്കൊക്കെ പോകുന്നത്. നമ്മുടെ ഒരു മനോഭാവമായിട്ടൊക്കെ വരും. അപ്പോൾ വാസനകളെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് ജന്മാന്തരങ്ങളെ കൊണ്ടുവരുന്ന, മുൻ ജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വാസനകളുണ്ട്, ഈ ജന്മത്തിൽ നമുക്ക് കിട്ടുന്ന വാസനകളുണ്ട്, നമ്മൾ ഉപേക്ഷിക്കുന്ന വാസനകളുണ്ട്, പുതിയതായി വരുന്ന വാസനകളുണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. അപ്പോൾ വാസന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. നമ്മുടെ ഓരോ വിഷയത്തിൽ, നമ്മളിപ്പോൾ സ്ഥിരമായി പ്രസംഗിക്കുമ്പോൾ ജസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചില വാക്കുകളൊക്കെ തുടർച്ചയായിട്ട് പറയും. അത് അവരുടെ ഒരു വാസനയായിട്ട് അവർ വരും. ചിലർ കൈ കെട്ടി നിന്നേ പ്രസംഗിക്കത്തുള്ളൂ. ചിലർ ഓഫീസിലിരിക്കുമ്പോഴും ഇങ്ങനെ കൈ കെട്ടിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും, കൈ കെട്ടിയൊക്കെ ഇരിക്കും. അതെന്ന് പറഞ്ഞിട്ട് വാസനയാണ്. അപ്പോൾ വാസന എന്ന് പറയുന്നത് ചില, അതുപോലെ തന്നെ പിന്നെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള താല്പര്യം, പലതരത്തിലുള്ള വാസനകളുണ്ട് മനുഷ്യർക്ക്. അങ്ങനെയുള്ള വാസനയുടെ ഒരു രീതി നമ്മൾ പഠിച്ചു വെക്കണം. ഇതിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വാസനകളെ മാറ്റുന്നത് വിചാരങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മാറ്റാൻ കഴിയുന്നത്. ഇത് കേവല വികാരങ്ങളുമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ് വാസനകൾ നിൽക്കുന്നത്. അപ്പോൾ വർത്തമാനകാലത്തെ വാസനകളെ നമുക്ക് മനസ്സിൽ വരുമ്പോൾ, അത് ശരീരത്തിലേക്ക് വരുമ്പോൾ, തീർച്ചയായും അത് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ കൂടി നാം നടത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്.